या नबीए सलाम या रसूले सलाम या मोहम्मद नबीए सलाम या मोहम्मद नबीए सलाम या नबीए सलाम या रसूले सलाम या मोहम्मद नबीए सलाम या मोहम्मद नबीए सलाം. പഴയ മോഡലുള്ള മൗലിദ് കിതാബില്ല, വേറെ പഴയ മോഡൽ, പഴയ ലിപി, ഫോണ്ട്. അഹദവൻദൊലിയെ അർശിലെ പുലിയെ അബു താലിബിൻ തൻകനിയെ അബു താലിബിൻ തൻകനിയെ അഹദവൻദൊലിയെ അർശിലെ പുലിയെ അബു താലിബിൻ തൻകനിയെ അബു താലിബിൻ തൻകനിയെ യാ നബിയേ സലാം യാ റസൂലേ സലാം യാ മുഹമ്മദ് നബിയേ സലാം യാ മുഹമ്മദ് നബിയേ സലാം. അഹദവന്റെ ഒലിയെ അർശിലെ പുലിയെ അബു ത്വാലിബിൻ തൻകനിയെ. അബു ത്വാലിബ് എന്ന് പറയുന്നത് ആരാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പ, ബാപ്പാന്റെ മൂത്തോൻ. ആ മൂത്താപ്പയുടെ മകനാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പായുടെ മോനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പയുടെ മോനാണ് അലി റളിയല്ലാഹു അൻഹു. അവരെ പറ്റി അലി റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ ബാപ്പാടെ പേരെന്താ? അബ്ദുള്ള എന്നാണ്. അവരെ മൂത്തോന്റെ പേരാണ് അബൂ ത്വാലിബ്. ആ ത്വാലിബ് എന്നോരെ അബൂ ത്വാലിബ് എന്നോരെ മോനാണ് ആര്? അലി റളിയല്ലാഹു അൻഹു. അവരെ പറ്റിയുള്ള പാട്ടാണ്. അഹദവൻദൊലിയെ അർശിലെ പുലിയെ അബു താലിബിൻ തൻകനിയെ അബു താലിബിൻ തൻകനിയെ. ഒന്ന് പാടിയോക്ക്. അഹദവൻദൊലിയെ അർശിലെ പുലിയെ അബു താലിബിൻ തൻകനിയെ അബു താലിബിൻ തൻകനിയെ. അവരാരാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാച്ചാക്കി കെ ബേട്ട, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബാപ്പാന്റെ ജ്യേഷ്ഠനാണ് ആര്? റസൂലുള്ളാഹിന്റെ ബാപ്പാന്റെ ജ്യേഷ്ഠനാണ് അബൂ ത്വാലിബ് എന്നവർ. ആ അബൂ ത്വാലിബ് എന്നവരെ മോനാണ് അലി റളിയല്ലാഹു അൻഹു. ബദ്ർ യുദ്ധത്തിൽ ശത്രുക്കളോടെതിർത്ത് ബഡ ബമ്പർ 14 തകർത്ത്. ബദ്ർ യുദ്ധത്തിൽ ശത്രുക്കളോടെതിർത്ത് ബഡ ബമ്പർ 14 തകർത്ത്. ബദ്ർ യുദ്ധക്കളം വിറച്ചു മഹാവമ്പരെയും തുലച്ചു. അഹദവൻദൊലിയെ അർശിലെ പുലിയെ അബു താലിബിൻ തൻകനിയെ അബു താലിബിൻ തൻകനിയെ. പാട്. അഹദവൻദൊലിയെ അർശിലെ പുലിയെ അബു താലിബിൻ തൻകനിയെ അബു താലിബിൻ തൻകനിയെ
ഖൈബറിന്ന മുറഹിബ് ചീറി വന്നു കൺമണിയെ വധിക്കുവാനായി നിന്നു. ഖൈബറിന്ന മുറഹിബ് ചീറി വന്നു കൺമണിയെ വധിക്കുവാനായി നിന്നു. ക്യാപ്റ്റനാം അലിയാരും ചെന്നു കണ്ടനാം ശിരസ്സും അരിഞ്ഞു. അഹദവൻഡൊലിയെ അർശിലെ പുലിയെ അബു താലിബിൻ തൻ കനിയെ അബു താലിബിൻ തൻ കനിയെ. അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പായുടെ മോനായ അലി റളിയല്ലാഹു അൻഹു. നമ്മൾ ദ്വാരക്കണം. അല്ലാഹുവേ, ഒരുപാട് ആൾക്കാര് ബദരീങ്ങളെ തവസ്സുലാക്കിയിട്ട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ദ്വാക്ക് ഒരുപാട് അദബുകളുണ്ട്. ദ്വാന്റെ അദബുകൾ പാലിച്ചുകൊണ്ട് ദ്വാ ചെയ്താൽ ഉത്തരം കിട്ടും. ഞാനൊരു 10-15 മിനിറ്റ് 15 മിനിറ്റ് ഞാൻ ബദരീങ്ങളെ മഹത്വം പറയും. അതിന്റെ മുമ്പ് ദുആഇന്റെ ചില അദബുകൾ ഞാൻ പറയുകയാണ്. ദുആക്ക് ചില അദബുകളുണ്ട്, ചില മര്യാദകളുണ്ട്, ചില നല്ല കാര്യങ്ങളുണ്ട്. എന്താ അറിയോ ദുആന്റെ അദബുകൾ? അതുപോലെ തന്നെ ഇങ്ങോട്ട് നോക്ക്. അതുപോലെ തന്നെ ദുആ കഴിഞ്ഞാൽ 2 കൈകൊണ്ട് മുഖവും തടവണം എന്നുണ്ട്. ദ്വാരക്കണീന്റെ മുമ്പും ദ്വാരക്കണീന്റെ ശേഷവും എന്ത് വേണം മോനെ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലണം. എന്ത് വേണം? പിന്നെ ദുആ കഴിഞ്ഞാൽ എന്ത് വേണം? 2 കൈ. ദുആ കഴിഞ്ഞാൽ ചില ആൾക്കാർ ഇങ്ങനെ ആക്കുന്നുണ്ട്. അങ്ങനെ ആക്കല്ല വേണ്ടത്, മുഖം തടവണം. എന്താ വേണ്ട? ദുആ കഴിഞ്ഞാൽ 2 കൈ കൊണ്ട് മുഖം തടവണം ഫുള്ളായിട്ട്. അതാണ് സുന്നത്ത്. അതുപോലെ തന്നെ ദുആ കഴിഞ്ഞാൽ 2 കൈ കൊണ്ട് മുഖവും തടവണം എന്നുണ്ട്. ചൊല്ല് യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ. ചില ആൾക്കാർ തടവാതെ ഇങ്ങനെ മുത്തുന്നുണ്ട് അല്ലേ, ഇങ്ങനെ കിസ്സാക്കുന്നുണ്ട്. അത് ശരിയല്ല. തടവാതെ കഴിച്ചിലർ മുത്തലാ പതിവിന്ന് അസ്ലില്ലതിന് ബുജൈരിമി പറയുന്നു. കൈ മുത്തുന്നതിന് വല്ല അടിസ്ഥാനമുണ്ടോ? അസുലുണ്ടോ? ഇല്ല. ഇങ്ങനെ കൈ മുത്താൻ പാടുണ്ടോ? അങ്ങനല്ല വേണ്ടത്. ദുആ കഴിഞ്ഞാൽ എന്താ വേണ്ടത്? അതെ, അങ്ങനെയാണ് വേണ്ടത്. എങ്ങനെ വേണ്ടത്? തടവാതെ കൈ ചിലർ മുത്തലാ പതിവിന്ന് അസ്ലില്ലതിന് ബുജൈരിമി പറയുന്നു. കൈ 2 കൊണ്ടും നബി മുഖം തടവുന്നതായി ഉമർ ഇബ്നു ഖത്താബ് എന്നവർ പറയുന്നതായി. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ മാംഗ്രഹെ കെ ബഅദ്, ദുആ കഴിഞ്ഞതിന്റെ ശേഷം 2 കൈ കൊണ്ട് ഇങ്ങനെ മുഖം തടവലാണ്. അങ്ങനെയാണ് ചെയ്തത് എന്ന് ആരാ പറഞ്ഞത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അല്ലേ? എന്തേ റസൂലുള്ളാഹി പറഞ്ഞത്? എന്താ ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ പറഞ്ഞത്? കൈ 2 കൊണ്ടും നബി മുഖം തടവുന്നതായി ഉമർ ഇബ്നു ഖത്താബ് എന്നവർ പറയുന്നതായി. ഒന്ന് കൈ ഒന്ന് മുഖം തടവു മോനെ, ഒന്ന് മുഖം തടവ്. അല്ലാ, ഇപ്പൊ ഒരു സുഖം ഉണ്ടായില്ലേ? അല്ലാ, വലിയ സുഖം ഉണ്ടാകാൻ അല്ലാഹു തൗഫീഖ്. പിന്നെ ഇരിക്കണ സമയത്ത് ഈ മുതഅല്ലിമീങ്ങളായ കിടാക്കൾ ഇരിക്കും പോലെ ഇരിക്കലാണ് ഏറ്റവും അഫ്ളലായ ഇരുത്തം. ആ കുട്ടിന്റെ പേരെന്താ? റിളവാൻ. ഇരിക്കും പോലെ ഇരിക്കല് അതത്ര റാഹത്തല്ല. ചന്ദനപ്പൂട്ട് കൊണ്ട് പൂട്ടിട്ടിട്ട് ഇങ്ങനെ ഇരിക്കല് അത്ര നല്ലതല്ല.
ചന്ദനപ്പൂട്ടിട്ടിരിക്കൽ ആ കുട്ടി ഇരിക്കും പോലെ ആ കുട്ടിക്കും അല്ലാഹു തആല ബർക്കത്ത് കൊടുക്കട്ടെ. അവൻ എല്ലാ ദിവസവും നേരത്തെ തന്നെ വന്നിരിക്കുന്ന കുട്ടിയാണ്. അവൻ SLCക്ക് പഠിക്കുന്ന കുട്ടിയാണ്. അതുപോലത്തെ എല്ലാ മക്കൾക്കും നല്ല വിജയം നൽകണേ അല്ലാഹ്. ആ കുട്ടിന്റെ പേരെന്താ? ഫർസാൻ. അല്ലാ, ഫർസാൻ എന്ന് പറയുന്ന കുട്ടിക്കും അല്ലാത്ത കുട്ടികൾക്കും വലിയവർക്കും ബാപ്പമാർക്കും ബാപ്പയാകാൻ പോകുന്നവർക്കും ഉമ്മമാർക്കും ഉമ്മയാകാൻ പോകുന്നവർക്കും വലിയ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. നീ ചന്ദനപ്പൂട്ടിട്ടിരുന്നും കൊണ്ട് പ്രാർത്ഥിച്ചിടല്ലേ സോദരാ, വെറുപ്പുണ്ട്. ഉസ്താദുമാരൊന്നും ഈ ചന്ദനപ്പൂട്ടിട്ട് ഇരിക്കാൻ സമ്മതിക്കൂല. പഴയ ഉസ്താദുമാര് ചന്ദനപ്പൂട്ടിട്ട് ഈ കിടാവ് ഇരിക്കുമ്പോൾ ഈ മഞ്ഞ ടീഷർട്ട് ഇട്ട കുട്ടി ഇരിക്കുമ്പോൾ ആ കുട്ടിക്ക് അറിയാത്തതുകൊണ്ടാണ്, ചെറിയ കുട്ടിയല്ലേ, സാരില്ല. ചന്ദനപ്പൂട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക, അതാണ് ചന്ദനപ്പൂട്ടിട്ടിരിക്കുക. അത് നല്ലതല്ല, അതത്ര നല്ലതല്ല. ഇനിയിപ്പോൾ ഹറാമൊന്നുമില്ല, വരുത്തം വേദന നൊമ്പലൊന്നും ഇല്ലാത്തവർ ഒന്നുകിൽ ഒടുവിൽ അത്തഹിയാത്തിന് ഇരിക്കും പോലെ അല്ലെങ്കിൽ ഫസ്റ്റിൽ അത്തഹിയാത്തിന് ഇരിക്കും പോലെ ഇരുന്നാൽ അതാണ് ഏറ്റവും നല്ലത് കേട്ടാ. ഏതാ നല്ലത് മോനെ? നീ ചന്ദനപ്പൂട്ടിട്ടിരുന്നും കൊണ്ട് പ്രാർത്ഥിച്ചിടല്ലേ സോദരാ, വെറുപ്പുണ്ട്. പിന്നെന്ത് വേണം? ദ്വാരക്കുന്ന സമയത്ത് 2 കൈ പൊക്കണം. നമ്മളെ നേരെ ഈ ചുമലിന്റെ നേരെ പൊക്കലാണ് സുന്നത്ത്. അതാണ് ഏറ്റവും നല്ലത്. ചില ആൾക്കാർ പൊക്കാതെ അങ്ങനെ വെക്കുന്നുണ്ട്, അതത്ര നല്ലതല്ല. റസൂലുള്ളാഹിന്റെ സുന്നത്ത് അശൈ എന്ത് വേണം? കൈ പൊക്കല് സുന്നത്താണ് പെങ്ങളെ. ദ്വാരക്കുന്ന സമയത്ത് കൈ പൊക്കല് സുന്നത്താണ് സഹോദരാ. പ്രാർത്ഥിക്കുവാൻ 2 കൈ ഉയർത്തൽ സുന്ന. തെളിവും സുയൂത്തി താൻ തരുന്നത് തന്നെ. കൈ പൊക്കണം. എപ്പ പൊക്കണം? ദ്വാരക്കുമ്പോ പൊക്കാൻ 40-ലധികം ഹദീസുകൾ തെളിവുണ്ട് എന്ന് ആര് പറയുന്നു? മഹാനായ ഇമാം അബ്ദുറഹ്മാൻ സുയൂത്തി റഹിമഹുല്ലാഹ്. സുയൂത്തി ഇമാമിന്റെ കിതാബ് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. എവിടെ? ഇവിടെ ഉണ്ട്. ഇമാം സുയൂത്തി തങ്ങളെ ഖുർആന്റെ തഫ്സീർ ഈ പള്ളിയിൽ അതിന്റെ കോപ്പി ഇഷ്ടം പോലെ ഉണ്ട്. ആ സുയൂത്തി ഇമാം പറയാണ്, എന്താ പറഞ്ഞത്? പ്രാർത്ഥിക്കുവാൻ 2 കൈ ഉയർത്തൽ സുന്ന. തെളിവും സുയൂത്തി താൻ തരുന്നത് തന്നെ. ഒരു 40-ൽ പുറമെ ഹദീസ് അതിനുണ്ട് എന്നും സുയൂത്തി റിസാലയിൽ അറിവുണ്ട്. മുഖത്തിന്റെ നേരെ 2 കൈയും നീട്ടണം നമ്മൾ ദുആക്കും. അതാണ് ഏറ്റവും സുന്നത്ത്. നമ്മൾ ഖുനൂത്തിലാണെങ്കിലും അല്ലാത്ത ദുആ ആണെങ്കിലും ചില ആൾക്കാർ കാണും ഇങ്ങനെ അങ്ങനൊക്കെ ശരിയായ ദുആ ഇങ്ങനെ ഈ മുഖത്തിന്റെ നേരെ 2 കൈ പൊക്കലാണ് ഏറ്റവും നല്ലത്. മുഖത്തോടടുത്തിരു കൈകളും നീട്ടേണ്ടതാ. പിരിക്കാതെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കേണ്ടതാ. പിരിക്കാതെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കലാണ് ഏറ്റവും അഫ്ളല്. അതാണ് ഏറ്റവും നല്ലത്. മുഖത്തോടടുത്തിരു കൈകളും നീട്ടേണ്ടതാ. പിരിക്കാതെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിക്കേണ്ടതാ. ഇതുപോലെ തിരുനബി ചെയ്യലും പതിവുള്ളതാ എന്നിബ്നു അബ്ബാസ് എന്നവർ പറയുന്നതാ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വാരന്നപ്പോ മോനെ എന്താ ചെയ്തത്? 2 കൈയും ഇങ്ങനെ പിരിക്കുകയാണോ ചെയ്തത്? കൂട്ടിച്ചേർക്കുകയാണോ നല്ലത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നല്ലത് ഇങ്ങനെയാണ്. ഒരാളിപ്പോ അങ്ങനെ കുറച്ച് പിരിച്ചെന്ന് വിചാരിച്ചിട്ട് ഹറാമൊന്നുമില്ല. റസൂലുള്ള ചെയ്തത് അങ്ങനെയാണെന്ന് റസൂലുള്ളാഹിന്റെ എളാപ്പാന്റെ മകൻ പറയുന്നു. റസൂലുള്ളാഹിന്റെ മൂത്താപ്പാനെ പറ്റി നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു ആ പേര്? മൂത്താപ്പാന്റെ പേര് പഠിച്ചു വെച്ചോ. ബാപ്പാന്റെ മൂത്തോന്റെ പേര് അബൂ താലിബ്. മാഷാ അല്ലാഹ്, എല്ലാ ദിവസവും ശരിയായ ഉത്തരം പറയുന്ന അതേ കുട്ടി ഇന്നും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അല്ലാ, ഇത് എൻ്റെ കുഞ്ഞനസാണ്, തങ്ങൾക്കുള്ളതാ.
ഖിദ്മത്തിനായി തരുന്നുണ്ട്. ചൊല്ലി മാഷാ അല്ലാഹ്, ചൊല്ലി മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ദിക്ർ ചൊല്ലിയാൽ ഞങ്ങൾക്ക് ബറക്കത്തുണ്ടാവും. മാഷാ അല്ലാഹ് ചൊല്ലി മാഷാ അല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദറിന്റെ പടക്കളത്തിൽ കൂടുതലായി ചൊല്ലിയൊരു ദിക്റുണ്ട്. അതെന്താണ്? യാ ഹയ്യു യാ ഖയ്യൂം. എന്താണ്? മഗ്രിബ് നിസ്കരിച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞങ്ങളെ ഉസ്താദ് ഉണ്ട്. ഏത് ഉസ്താദ്? ഞങ്ങളെ ഫാദിലി ഉസ്താദ്. ആ ഉസ്താദ്, കൊടകര ഉസ്താദ് എന്നോട് ഹദീസ് ഓതി തന്നു. എന്താണ് ആ ഹദീസിലുള്ളത് എന്നറിയുമോ? ബദറിന്റെ യുദ്ധത്തിന്റെ സമയത്ത് അലി റളിയല്ലാഹു അൻഹു പറയാണ്. എന്താ പറഞ്ഞു തരുന്നതെന്നറിയോ? റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഞാൻ പോയി നോക്കുമ്പോൾ, എപ്പോഴ്? ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് അലിയാര് തങ്ങൾ പറയാണ്, റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോയി നോക്കുമ്പോ റസൂലുള്ള സുജൂദിലാണ്. സുജൂദിൽ വീണിട്ട് ദുആ ചെയ്യുകയാണ്. വീണ്ടും തല പൊക്കുന്നു, എന്നിട്ട് ദുആർക്കുന്നു. അല്ലാഹുവിന്റെ റസൂല് കൂടുതൽ ചൊല്ലിയൊരു ദിക്റുണ്ട്. ബദറിൽ വെച്ചുകൊണ്ട് റസൂലുള്ള ചൊല്ലിയ ഒരു ദിക്റുണ്ട്. അത് നമ്മൾ ബദരീങ്ങളെ ഓർക്കുന്ന ഒരു മജ്ലിസാണിത്. പരിശുദ്ധമായ റമദാൻ മാസമാണിത്. അതുകൊണ്ട് മോമിനീങ്ങളെ, എൻ്റെ മൂത്തോളെ, എൻ്റെ ഇളയോളെ, മൂത്തോളുണ്ടാവില്ല ഇവിടെ? വയസ്സായ ആൾക്കാരുണ്ടോ? ഉണ്ട്, മൂത്തോളുണ്ട്, ഇളോളുണ്ട്. അല്ലാഹുവേ, മുത്ത് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ബദറിൽ വെച്ചുകൊണ്ട് ചൊല്ലിയ ദിക്ർ ഏതാണ് എന്ന് നേരത്തെ ഫാദിലി ഉസ്താദ് ആ ഹദീസ് ഓതി തന്നിട്ടുണ്ട്. ദാ പാട്ടിൽ ബഹുമാനപ്പെട്ട മോയിൻകുട്ടി വൈദ്യരും പറയുന്നുണ്ട്. നായൻ തിരുദൂതർ ഖൈമബാദിൽ ബന്ദ് നാശ കദഹദ നായംബറെല്ലാം ഉടനെ നബികളിൽ അധിപതി പരനിൽ സുജൂദിൽ പുവിതനിൽ വീഴുക ഇരവതുമോദി അബുൽ ഹസൻ അലി തങ്ങൾ ഉരക്കുന്നു ചേതി. ഞാനും ബദർ നാളിൽ ആടൽ പൂക്കതായി ഓരോരോ ഈ പറഞ്ഞ ഇതൊരു ഒരുപാട് പാട്ടാണ്. ഇതിൽ കന്നഡ വേർഡ്സ് ഉണ്ട്, മലയാളം വേർഡ്സ് ഉണ്ട്. 150 കൊല്ലം മുമ്പുണ്ടാക്കിയ ഒരു പാട്ടാണിത്. ഏകദേശം 150-160 കൊല്ലം മുമ്പ്. 150 साल के पहले अല്ലേ? 50 50 അല്ലേ? 170 साल के पहले അന്നുണ്ടാക്കിയ ഒരു പാട്ടാണ് ഈ പാട്ട്. ഇതിൽ കന്നഡ വാക്കുണ്ട്, അറബി ഇഷ്ടം പോലെ പള്ള നിറച്ച് അറബി വാക്കുകളുണ്ട്. അതുകൊണ്ട് അറബി ഭാഷ പഠിക്കാൻ ഞാൻ പറ്റൂല. അതിൽ പറയാണ്, നായൻ തിരുദൂതൻ ഖൈമബാദിൽ വന്ന്. റസൂലുള്ള ഒരു ഖൈമന്റെ ഉള്ളിലാണ്, ടെന്റിന്റെ ഉള്ളിലാണ്. റസൂലുള്ളാഹിനോട് സ്വഹാബത്ത് പറഞ്ഞതാ, നബിയെ, തങ്ങൾ ഖൈമന്റെ ഉള്ളിലോടെ നിന്നോളൂ, തങ്ങൾ പടക്കളത്തിലേക്ക് വരണ്ട എന്ന് പറഞ്ഞതാ. അങ്ങനെ യുദ്ധം നടക്കുന്ന സമയത്ത്, യുദ്ധത്തിനെ പറ്റി നമുക്ക് ഇന്നലെ പറഞ്ഞതിന്റെ ബാക്കി പറയാനുണ്ട്, നമ്മൾ നാളെയും പറയാലോ ഇൻഷാ അല്ലാഹ്. റസൂലുള്ള ഈ ഖൈമയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വാതിൽക്കൽ ഇങ്ങനെ വന്നിട്ട് ദർവാസ के पास रसूल अकरम सल्लल्लाहु अलैहि वसल्लम आया और बाहर देखा. ആ യുദ്ധം നടക്കുന്ന ജംഗ് की जगह देखा. യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് റസൂലുള്ള നോക്കുകയാണ്. യുദ്ധം പടക്കളം, യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക്, ബദർ യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് നോക്കുമ്പോൾ, നോക്കിയിട്ട് വന്നിട്ട് വീണ്ടും നബി തങ്ങൾ എന്താ ചെയ്യുന്നത്? അതെ, എന്താ ചെയ്യുന്നത്? ഉറക്കെ പറയും മോനെ, ശരിയാണ്, സുജൂദ് ചെയ്യുകയാണ്. എന്താക്കിയാണ്? സുജൂദ് ചെയ്യുകയാണ്. കണ്ടോ, നബികളിൽ അധിപതി പരനിൽ സുജൂദിൽ. റസൂലുള്ള സുജൂദിൽ വീണു. പുവി തനിൽ ബിളുകവേ. പുവി എന്ന് പറഞ്ഞാൽ ഈ ഭൂമി. പുവി തനിൽ ബിളുകവേ. റസൂലുള്ള ഭൂമിയിലേക്ക് സുജൂദിലേക്ക് വീണ്. അതാ പറയുന്നത്, നബികളിൽ അധിപതി പരനിൽ സുജൂദിൽ പുവി തനിൽ ബിളുകവ ഇരവതുമോദി അബുൽ ഹസൻ അലി തങ്ങൾ ഉരക്കുന്നു ചേതി. ഞാനും ബദർ നാളിൽ ആടൽ പൂക്കതായി അബുൽ ഹസൻ അലി തങ്ങൾ ഉരക്കുന്നു ചേതി.
ഹസൻ എന്നൊരു ബാപ്പയായ അലിയാർ തങ്ങൾ പറയാണ്, ഞാൻ ഇടക്കിടക്ക് റസൂലുള്ളാഹിന്റെ അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വരുന്നു പോകുന്നു. ആരാ പറയുന്നത്? അലി റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോകുന്നു വരുന്നു. അപ്പോഴൊക്കെ റസൂലുള്ളാഹി സുജൂദിൽ വീണിട്ടുണ്ട്. അപ്പോഴൊക്കെ റസൂലുള്ളാഹി ദിക്റും ചൊല്ലിയിട്ട് ദുആർക്കുന്നുണ്ട്. ഏത് ദിക്റാ ചൊല്ലിയത്? യാ ഹയ്യു യാ ഖയ്യൂം 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 യാ ഹയ്യു. ഞങ്ങൾക്കൊന്ന് ദിക്ർ ചൊല്ലിയിട്ട് ദുആർക്കണം. റസൂലുള്ളാഹിന്റെ ദുആക്ക് ഇജാബത്ത് കിട്ടിയ പോലെ ഞങ്ങളെ ദുആക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മുഖത്തിന്റെ നേരെ കൈയൊന്ന് പൊക്കിയിട്ട് പിരിക്കാതെ വിട്ട് പിരിക്കാതെ അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത പോലെ മുഖത്തിന്റെ നേരെ, എൻ്റെ മുഖത്തിന്റെ നേരെ ഇങ്ങനെ പൊക്കിയിട്ട്, അതാണ് നല്ലത്. ഇങ്ങനെ താത്തിട്ട് വെക്കണ്ട. മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാവുന്ന ഒരു കാലം വരും. ഇപ്പൊ എന്തേ പറഞ്ഞു? മനസ്സിലായ? കൈ പൊക്കണം, കൈ പൊക്കണം. മനസ്സിലായോ? തായക്കുഫിറുകളിൽ കയർത്താടും പടയുന്ന് ത്വാഹാനബിക്കിട്ട് മടങ്ങി ബന്ധേൻ. അപ്പോൾ തനിയവനില സുജുദാല കിടക്കൈ അനിതമെതു അബിടുകാത ഇരക്കൈ പുന ഒരു ഇസ്മുൽ അളീമധുരക്കൈ താനേ യാ ഹയ്യുൻ യാ ഖയ്യൂമെണ്ടാനേ ഖയ്യൂമെണ്ടാനേ. പുന ഒരു ഇസ്മുൽ അളീം മധുരക്കൈ. അല്ലാഹുവിന്റെ റസൂൽ ഒരു ഇസ്മുൽ അളീം ഇങ്ങനെ ചൊല്ലിയിട്ട് ദുആർന്നുകൊണ്ടിരിക്കുക. അതെന്താണ്? താനേ യാ ഹയ്യുൻ യാ ഖയ്യൂമെണ്ടാനേ ഖയ്യൂമെണ്ടാനേ. ഒരുപാട് ആൾക്കാർ രോഗമുള്ളവരുണ്ട്. ഞങ്ങളെ സ്ഥാപനത്തിൽ ഈ ബംഗളഗുഡയിൽ പഠിക്കണ ഒരു പെൺകുട്ടി, റബ്ബേ ഖുർആൻ മുഴുവനും ഹിഫ്ളുള്ള പെൺകുട്ടിയാണ്. മാഷാ അല്ലാഹ് തബാറകല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഏത് ആയത്തിന്റെ വാക്കുകൾ അൽഫാദ് ചോദിച്ചാലും, മോളെ ഇത് ഏത് സൂറത്തിലാന്ന് ചോദിച്ചാൽ പറയാൻ നല്ല മെമ്മറി പവറുള്ള കുട്ടിയാണ്. മാഷാ അല്ലാഹ്. അങ്ങനത്തെ എല്ലാ കുട്ടികളുടെയും രോഗങ്ങൾ, എല്ലാവരുടെയും തലവരുത്തങ്ങൾ, നൊമ്പലങ്ങൾ, പ്രയാസങ്ങൾ, അല്ലാഹുവേ മശഖത്തുകൾ ഈ ദിക്റിന്റെ ബർക്കത്ത് കൊണ്ട് സലാമത്താക്കണേ അല്ലാഹ്. ഞങ്ങളെ രോഗങ്ങൾ, ശരീരത്തിന്റെ രോഗങ്ങളും മനസ്സിന്റെ രോഗങ്ങളും ഖൽബിന്റെ രോഗങ്ങൾ റബ്ബേ ശിഫയാക്കണേ അല്ലാഹ്. ഇവിടെയുള്ള മുതഅല്ലിമീങ്ങള്, ഏതോ ഒരു കുട്ടിന്റെ വാപ്പ മരിച്ചു പോയിട്ടുണ്ട്, ഇല്ലെങ്കിൽ കൈവോക്ക്. അങ്ങനെ കൈവെക്കാനല്ല മോനെ പറഞ്ഞത്. അപ്പോഴും അൽഹംദുലില്ലാഹ് നമ്മളെ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികൾ വലിയ ബറക്കത്തുള്ള കുട്ടികളാണ്. തമാശ പറയല്ല, കാര്യം പറയാണ്. കാരണം മുതഅല്ലിമീങ്ങളാണ്, അള്ളാഹിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കളാണല്ലോ, അല്ലേ? അള്ളാഹിന്റെ ഖുർആൻ പഠിക്കുന്ന മക്കൾ ഇവിടെ നിലനിൽക്കണം. അള്ളാഹിന്റെ ദീനിന്റെ ഇൽമ് ഉള്ളവരിവിടെ നിലനിൽക്കണം. ഞങ്ങളെ ഈ സ്ഥാപനത്തിലടക്കം ലോകത്തിന്റെ നാനാഭാഗത്തിലും, സ്ഥാപനത്തിന്റെ പേര് ത്വയ്ബ ക്യാമ്പസ് ബംഗളഗുഡ്, ഈ സ്ഥാപനമടക്കം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഇൽമ് പഠിക്കുന്ന സ്ഥാപനം. ആ ഇൽമ് കൊണ്ട് മാത്രമേ ദീന് നിലനിൽക്കുകയുള്ളൂ. കുറെ പൈസ ഉണ്ടായിട്ട് റിച്ച് ആയിട്ട് ദീൻ ഇസ്ലാം നിലനിൽക്കൂല. ഇൽമുണ്ടാകണം, അല്ലാഹുവിന്റെ ഖുർആൻ അറിയുന്നവര് വേണം. അതുകൊണ്ട് ബംഗളഗുഡ് നാട്ടിലുള്ളവരെ
ലോകത്തിന്റെ നാനാഭാഗത്തും ലൈവിലൂടെ ഇത് കേൾക്കുന്നവരെ, ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കളെ, നിങ്ങൾ ഇവിടുത്തെ വിദ്യാർത്ഥികളായ ഈ തലേക്കെട്ടും കെട്ടിയ കുട്ടികളെ നിങ്ങൾ സഹായിക്കണം. കാരണം ഇവരൊക്കെ ജോലിക്ക് പോയാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും എൻ്റെ നാട്ടിലൊക്കെ പണിക്ക് വന്നാൽ 900 റുപ്യ വൈകുന്നേരം ആകുമ്പോഴേക്കും കിട്ടും. ഓരോ ഈ താടി മീശൊക്കെ മുളച്ചു വന്ന 18, 19, 19, 20 വയസ്സുള്ള കുട്ടിക്ക് ജോലിക്ക് പോയാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും 1000 റുപ്യ, 900 റുപ്യ കിട്ടും. പക്ഷേ ആ കുട്ടികൾ ഇവിടെ ഖുർആൻ പഠിക്കാൻ വേണ്ടി വന്നവരല്ലേ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അവരെ സഹായിക്കണം. കാരണം ഇൽമു പഠിച്ചു വന്നാൽ 900 അല്ല കിട്ടുക, 9000 നൂറാണ് കിട്ടുക, 9000 നൂറാണ് കിട്ടുക. ദുനിയാവും കിട്ടും, ആഖിറം കിട്ടും. അതുകൊണ്ട് ഇൽമിനെ സഹായിക്കണം. ചേർന്നീട്ടരികറുകൾ ബിന ചെയ്യും ശദീദാലെ ചേടാക്കുഫിർ പിന്താൻ പുറപ്പെട്ടുള്ളേ സമയം ചണ്ടകൾ തകുണിത മതിച്ചവി പടയും കണ്ടുടെ കുറെ ഫൗസുകൾ വരച്ചൊടിയും ഉണ്ടവർകളിലയിൽ പലതരം കൊടിയും ചെന്നേ ഒരു ദൂര ആദിയിൽ ഉണ്ട്, ആദിയിൽ ഉണ്ട് തേർന്നീങ്കടുത്തപ്പൽ ശുജാഅത്ത് മശ്ഹൂറാം, ശുജാഅത്ത് മശ്ഹൂറാം ധീരൻ സൂറാഖത്ത് ഇബ്നു മാലിക്കാം. അവൻ താൻ തിരുടനം ജഹലുടെ കരമെ പിടിത്ത് കിരിമുഖനോട് കരിമുഖൻ ലൈനൊത്ത് പൊരുതലിൻ ഹർബിന് നിലവുമൈ ബത്ത് ചേനൈ പണിം വന്ന് പാടി തോണുന്നേ, പാടി തോണുന്നേ. ബദർ യുദ്ധം നടക്കുന്നതിന്റെ ഇടയിലുള്ള സംഭവമായി പറഞ്ഞത്. ചേർന്നിട്ട് അരികർകൾ ബിന ചെയ്യും ഷദീദാലെ, അള്ളാന്റെ റസൂലിന്റെ സ്വഹാബികൾ ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഉബൈദത്ത് റളിയല്ലാഹുവിന്റെ ഭാഗമാണ് ഇന്നലെ നമ്മൾ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇന്ന് പൂർത്തിയാക്കുന്നില്ല, നാളെ പൂർത്തിയാക്കാം. ഏതായാലും ബഹുമാനപ്പെട്ട സ്വഹാബത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ശത്രുക്കള് വല്ലാതെ പേടിച്ച് ബേജാറായി ആകെ ഹൈറാനിയത്തായി അങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങനെ ആ ചെണ്ടകൾ അപ്പോഴതാ കുറച്ച് ആൾക്കാർ അവിടെയൊക്കെ കുറച്ച് ആൾക്കാർ വരുന്നു. മോനെ थोड़ा ज्यादा ആദ്മി ബാഹർ സെ അന്തർ ആയേഗാ ആ രഹാ ഹേ. പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു, പുറത്തുനിന്ന് കുറച്ച് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. എവിടേക്ക്? എങ്ങോട്ട്? പടക്കളത്തിനുള്ളിൽ. പള്ളിക്കല്ല. പള്ളിക്ക് ആര് വരാനാ? തറാവി കഴിഞ്ഞിട്ട് ശേഷം, തറാവി കഴിഞ്ഞിട്ടൊക്കെ അങ്ങോട്ട് പുറത്തു പോകാന്നല്ലാതെ ഇപ്പൊ ആര് വരാനാ? ബദറിന്റെ പടക്കളത്തിലേക്ക് അതാ വന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് ആൾക്കാര് ബദറിന്റെ പടക്കളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അവര് ചെണ്ട മുട്ടിയിട്ടാ വരുന്നത്. ചെണ്ട മുട്ടിയിട്ട് അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്ത് വിജയിക്കാൻ പോവാണ്, ശത്രുക്കൾ പരാജയപ്പെടാൻ പോവാണ്. അപ്പോൾ ആ ചെണ്ട മുട്ടിയിട്ട് കുറച്ച് ആൾക്കാർ വരുന്നു. ചെണ്ടകൾ തകുണിത മതിച്ചെവി പടയും കണ്ടിട കുറെ ഫൗസുകൾ വരച്ചൊടിയും ഉണ്ടവർകളിലയിൽ പലതരം കൊടിയും ചെന്നേ ഒരു ദൂര ആദിയിൽ ഉണ്ട്, ആദിയിൽ ഉണ്ട്. അപ്പൊ ആ സംഘം വലിയ നൂറുകണക്കായ ആൾക്കാരുണ്ട്. ഒരാളും 50 ആളും 60 ആളും 70 ആളൊന്നും അല്ല. നൂറുകണക്കായ ആൾക്കാർ ബദറിന്റെ പടക്കളത്തിലേക്ക് അതാ വന്നുകൊണ്ടിരിക്കുകയാണ്. ചെണ്ടമുട്ടിയിട്ട് സംഗീത ഉപകരണങ്ങളും മുഴക്കിക്കൊണ്ടിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെ മുന്നിൽ ഒരു നേതാവുണ്ട്. അതാരാ നേതാവ്? ഹിസ് നൈമീം ഈസ് സുറാഖ. എന്ത്? ഹിസ് നൈമീം സുറാഖ എന്ന് പറഞ്ഞാൽ എന്താ മോനെ മീനിങ്? ഇവിടുത്തെ കുട്ടിയൊക്കെ വെറും ലത്തിനിക്ക് മാത്രം അറിയുള്ളൂ തോന്നുന്നുണ്ട്, വേറെ ഒന്നും അറിയില്ല. ഈ മക്കൾക്കൊക്കെ നക്കിനിക്ക് മാത്രം പഠിച്ചിട്ട് എന്ത് കിട്ടാനാ? ഇവിടെ കുറച്ച് സ്ഥലത്ത് ഇട്ടാവട്ടത്ത് മാത്രം മനസ്സിലാവുന്നല്ലാതെ ഇവിടെ തന്നെ പോയാൽ മനസ്സിലാണ്. ഒന്ന് അറബി ഇംഗ്ലീഷ് ഒക്കെ പഠിക്കണ്ടേ? അയാളെ പേര് സുറാഖത്തി എന്നാണ്. അയാളെ പേര്, ആരുടെ പേര്? ബദറിന്റെ പടക്കളത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആ മുശ്രിക്, ആ സംഘത്തിന്റെ നേതാവിന്റെ പേര് സുറാഖത്ത് എന്നാണ്. അപ്പൊ സുറാഖത്ത് എന്ന മനുഷ്യന്റെ കോലത്തില് ശൈത്താന്മാര് വന്നതാ. അതാണിത്. ഇതാരാണ്? ശൈത്താന്മാരാണ്.
സുറാഖത്ത് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ കോലത്തിലാണ്. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹ് എല്ലാ ഭാഷയും പഠിക്കാൻ ഞങ്ങളെ മക്കൾക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്നെ പോലത്തെ ആൾക്കാർക്ക് നല്ലോണം പ്യാരി ഭാഷ, പ്യാരി എന്ന് പറഞ്ഞാൽ തന്നെ പ്രിയപ്പെട്ട ഭാഷ എന്നാ. അത് പ്രിയപ്പെട്ടതാകാൻ, പ്യാരി ഭാഷ പ്രിയപ്പെട്ടതാകാൻ, പ്യാരി ആകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? എന്താ പറഞ്ഞത്? 1000 ആൾക്കാരാ വന്നത്. സാവിറ ആൾക്കാർ വന്നു. അപ്പോ 1000 ആൾക്കാർ മുശ്രിക്കീങ്ങൾ വന്നു. മുശ്രിക്കീങ്ങള് അതാരാന്നറിയോ? ആരാ? അതെ, ശൈത്താന്മാര് അബൂജഹലിനെ സഹായിക്കാൻ വേണ്ടി വന്നതാ. അവരിങ്ങോട്ട് വന്ന സമയത്ത് സുഹൃത്തുക്കളെ, ഉമ്മമാരെ, അവരെന്ത് ചെയ്തു? തിരുടനാം ജഹലുടെ കരമൈ പിടിത്ത് അബൂജഹലിന്റെ കൈ പിടിച്ച് ഇബ്ലീസിന്റെ നേതാവ് സുറാഖത്ത് എന്ന ഒരു മനുഷ്യനുണ്ട്. സുറാഖത്ത് എന്നൊരു മനുഷ്യനുണ്ട്. അയാളെ കോലത്തിൽ വന്നതാണ്, അയാളുടെ രൂപത്തിലാണ് ആര് വന്നത്? സുറാഖത്തിന്റെ കോലത്തിൽ ഇബ്ലീസ് വന്നതാ. അത് ഒറിജിനൽ സുറാഖത്തല്ല, ഡ്യൂപ്ലിക്കേറ്റ് സുറാഖത്താണ്. ഒറിജിനൽ സുറാഖത്ത് അയാളെ നാട്ടിൽ കിനാനത്തിൽ അത് വേറുണ്ട്. ഈ സുറാഖത്ത് ആരാണ്? ഇബ്ലീസ് ലഅനത്തുല്ലാഹിയാണ്. ആയേ സുറാഖത്തണ്ടവൻ ആമേ ഇബ്ലീസ്, അവൻ ആമേ ഇബ്ലീസ്. ആകെ ഫൗസും പിൻ ശയാത്തീങ്കലാം. ആയേ സുറാഖത്തണ്ടവൻ ആമേ ഇബ്ലീസ്. ഈ വന്ന സുറാഖത്ത് ഒറിജിനൽ സുറാഖത്തല്ല, ഡ്യൂപ്ലിക്കേറ്റ് സുറാഖത്താണ് സുഹൃത്തുക്കളെ. ആ സമയത്ത് റസൂലുള്ളാഹ് ദുആ ചെയ്യാണ്. അല്ലാഹുവിന്റെ റസൂൽ ദുആനിക്കാണ്, യാ ഹയ്യു യാ ഖയ്യൂം. തായേ ഗോഫിറുകളിൽ കായർത്താടും പടയുന്ന് താഹ നബി കിട്ട് മടങ്ങി ബന്ദേൻ. അപ്പോൾ തനിയവനില സുജുദാല കിടക്കൈ അനിതമെതുഅബിടുകാത ഇരക്കൈ ഉന ഒരു ഇസ്മുൽ അദീം മധുരക്കൈ. താനേ യാ ഹയ്യു യാ ഖയ്യൂം എന്താനേ, ഖയ്യൂമെന്താനേ. പാട് ചേർന്തി തരികൾ ബീന ചെയ്യും ശദീദാലെ, ബീന ചെയ്യും ശദീദാലെ. ചേടാക്കോഫിർ പിന്താൻ പുറപ്പെട്ടുള്ളേ സമയം ചണ്ടകൾ തകുണിത മതിച്ചെവി പടയും കണ്ടിടയ്ക്കുറ ഫൗസുകൾ വരച്ചൊടിയും ഉണ്ടവർകളിലയിൽ പലതരം കൊടിയും. ചെമ്മേ ഒരു ദൂര അതിയിൽ ഉണ്ട്, അതിയിൽ ഉണ്ട്. ചേർന്നീട്ടരികൾ ബീന ചെയ്യും ശദീദാലെ, ബീന ചെയ്യും ശദീദാലെ. ചേടാ കോഫിർ പിന്താൻ പുറപ്പെട്ടുള്ളേ സമയം ചണ്ടകൾ തകുണിത മതിച്ചെവി പടയും കണ്ടിടയ്ക്കുറെ ഫൗസുകൾ വാരിച്ചൊടിയും ഉണ്ടവർകളിലകിൽ പലതരം കൊടിയും. ചെമ്മേ ഒരു ദൂര അതിയിൽ ഉണ്ട്, അതിയിൽ ഉണ്ട്. തേർന്നീങ്കടുത്തപ്പോൾ ശുജാഅത്ത് മശ്ഹൂറാം, ശുജാഅത്ത് മശ്ഹൂറാം. ധീരൻ സുറാഖത്ത് ഇബ്നു മാലിക്കാം. അവൻ താൻ തിരുടന ജഹലുടെ കരമെ പിടിത്ത് കിരിമുഖനോട് കരിമുഖൻ ലൈനൂത്ത് പൊരുതലിൻ ഹർബിന് നിലവുമൈ ബത്ത്. ചൈനൈ കനിന്തണ്ട് പടി തോണുന്നേ, പടി തോണുന്നേ. തേർന്തിങ്കടുത്തപ്പോൾ ശുജാഅത്ത് മശ്ഹൂറാം, ധീരൻ സുറാഖത്ത് ഇബ്നു മാലിക്കാം. അടുത്ത് വന്ന് നോക്കുമ്പോ ആളാരാണ്? ആരാണ്? സുറാഖത്താണ്. എന്നാ ഒറിജിനൽ സുറാഖത്ത് അല്ല. പിന്നെ ആരാന്നറിയോ?
പിന്നെ സൂറാഖത്ത് ആരാണ്? ആയേ സൂറാഖത്തുണ്ടാവൻ ആമേ ഇബ്ലീസ് ആകെ ഫൗസും പിൻ ശയാത്തീങ്കലാം ജഹലിൽ അകമദിയിലെ ഇരുവരും കൈകോർത്ത് അഹദ് ചെയ്തണികിടം നടനടമെത്ത് അഹദ് ചെയ്തണികിടം നടനടമെത്ത് ജിഗമോട് പടമൊളി പറയുവർ ചേർത്ത് ആശാ പീരീശത്തിൽ നടക്കും നേരം 1000 ശൈത്താന്മാർ ഇങ്ങോട്ട് വന്നു. 1000 പിശാച്ച് അബൂജാഹിലിനെ സഹായിക്കാൻ. 1 അല്ല, 100 അല്ല, 200 അല്ല, 400 അല്ല, 500 അല്ല, എത്ര? 1000. എത്ര? 1000. 1,000 ശത്രുക്കൾ ശൈത്താന്മാര് വന്ന സമയത്ത് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിക്ർ അധികമായി ചൊല്ലിയിട്ടുണ്ട്. ആ ദിക്ർ ഏതാണ്? അത് ഏത് ഇടങ്ങേറുകളും വിഷമങ്ങളും ബേജാറുകളും അതൊക്കെ സലാമത്താകാൻ നല്ലതാണ് മുഅ്മിനീങ്ങളെ. അല്ലാഹു ഞങ്ങളെ ബേജാറ്, ഞങ്ങളെ ഉസാറില്ലാത്ത അവസ്ഥ റബ്ബേ ഞങ്ങൾക്ക് ശിഫയാക്കി തരണേ അല്ലാ. നമ്മള് ആരൊക്കെയാണ്? അല്ലാഹു തആല ഞങ്ങളെ മക്കളെയും അങ്ങനത്തെ രോഗത്തിനെ കൊണ്ടൊക്കെ കാത്തി രക്ഷിക്കുമാറാകട്ടെ. ഞങ്ങളെ മക്കളെയും വലിയവരെയും കുട്ടികളെയും വലിയവരെയും എല്ലാവരെയും രോഗങ്ങളെ തൊട്ട് സലാമത്താക്കി തരണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഒരു കുറച്ച് ദിക്റില്ലിട്ട് ഞങ്ങൾ ഇപ്പൊ ദുആർക്കും. യാ ഹയ്യൂ യാ ഖയ്യൂം 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 യാ ഹയ്യൂ യാ ഖയ്യൂം. യാ ഹയ്യൂ യാ ഖയ്യൂം 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 യാ ഹയ്യൂ. ഹയ്യൂ യാ ഖയ്യൂം യാ ഹയ്യൂ യാ ഖയ്യൂം. एक मुतअल्लिम अभी इधर नहीं मौजूद है. मैं पूछा वो कौन, वो किधर है? ये मुतअल्लिम ഈ കുട്ടി പറയണത് മറ്റേ കുട്ടിക്ക് സുഖമില്ല, അതുകൊണ്ടാണ് വരാത്തതെന്ന്. സുഖമില്ലാത്തവർക്ക് അള്ളാഹു ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണം അല്ലാ. അല്ലാഹുവേ ശിഫയാക്കണേ അല്ലാ. അല്ലാ എല്ലാവരും ചൊല്ലിക്കോ. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. ഇലാഹി ഇലാഹി അൻത മഖ്സൂദി ورضاك مطلوبي. جلي إلهي أنت مقصودي ورضاك مطلوبي. إلهي أنت الله تعالى ഞങ്ങളെ സദസ്സ് കബൂലാക്കണേ അല്ലാഹ്. فأقول بعد الحمد للمولى على ما خصني من نعمة صحائي
يا ربي بالهادي الشفيع محمد خير الخلائق سيد الشفعاء يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي وأنيسه في الغار سيدنا أبي بكر المقدم أول الخلفاء وأنيسه في الغار غار ثور رسول الله عند കൂട്ടുകാരനായ ആരി സിദ്ദീഖുൽ അക്ബർ എന്ന ഖോജാ وأنيسه في الغار سيدنا أبي بكر المقدم أول الخلفاء ورفيقه الفاروق سيدنا الفتى عمر الخليفة أول الأمراء والصهر ذي النورين رسول الله രണ്ട് പെണ്ണുമക്കളെ ഭർത്താവായ അതാരാണ്? റസൂലുള്ളാഹിന്റെ രണ്ട് അതെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ആദ്യം റസൂലുള്ളാഹിന്റെ മോളായ റുഖിയ്യ ബീവിനെ കല്യാണം കഴിച്ചു കൊടുത്തു. റുഖിയ്യ ബീവി വഫാത്തായപ്പോൾ രണ്ടാമത്തെ മകളെ റസൂലുള്ളാഹി കല്യാണം കഴിച്ചു കൊടുത്തു. റിദ്വാൻ എന്ന ബാലക്കാരൻ പറയുന്നുണ്ട്, റസൂലുള്ളാഹിന്റെ രണ്ട് പെണ്ണുമക്കളുടെ ഭർത്താവായ ഭാഗ്യം കിട്ടിയത് ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അല്ലാഹുവേ, സ്വർഗത്തിൽ വെച്ച് അവരെ കൈയൊന്ന് പിടിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. والصهر ذي النورين عثمان الذي قد خصه المولى بحسن حيائه وعلي الصنو الوصي المرتضى مرد العداة بذبل وضباء وبطلحة ثم الزبير وسعيدهم أسد الورى الصدقاء وبعبد الرحمن بن عوف ذي الغنى وأبي عبيدة سيد الأمناء أبي عبيدة رضي الله عنه. أبو عبيدة رضي الله عنه ബദറിന്റെ പടക്കളത്തിൽ അബൂ ഉബൈദ എന്ന ആ മഹാനായ സ്വഹാബിക്ക് നേരെ വന്നത് മുശ്രിക്കായ സ്വന്തം ബാപ്പയാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പയാണ് വന്നത്, സ്വന്തം ബാപ്പയാണ് വന്നത്. ബാപ്പ വന്നപ്പോ ബാപ്പയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഒന്നങ്ങോട്ട് മാറി നിന്നു. അപ്പോഴും ബാപ്പ വന്നു, അപ്പോഴും മാറി നിന്നു. മകനായ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനോട് പടപൊരുതാൻ ബാപ്പ വന്നു. അവസാനം ബാപ്പ വന്നത് റസൂലുള്ളാഹിക്ക് എതിരിൽ യുദ്ധം ചെയ്യാൻ വന്നതാ. ജറാഹി എന്നാണ് ബാപ്പാന്റെ പേര്. എന്താ ബാപ്പാന്റെ പേര്? ജറാഹി എന്നാണ് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പാന്റെ പേര്. ബാപ്പാനെ വെട്ടിയിട്ട് വാൾ തലക്കൽ ബാപ്പാന്റെ തലങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് കൊണ്ടുപോവുകയാണ്. റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോയപ്പോ വാളിന്റെ തലക്കല് ബാപ്പാന്റെ തലയും പിടിച്ചിട്ട് വാളിന്റെ അഗ്രത്തില് തെല്ലില് പൊട്ടില് ബാപ്പാന്റെ തലയും പിടിച്ചിട്ട് തലങ്ങനെ കുത്തിയിട്ട് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചീത്ത വിളിച്ച ആളാണ് ബാപ്പ. പലവട്ടം ഈ മകനായിരിക്കുന്ന അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ബാപ്പയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പലവട്ടം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ബാപ്പ വീണ്ടും 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 വരികയാണ്. സുഹൃത്തുക്കളെ, അവസാനം ബാപ്പയോട് പടപൊരുതേണ്ടി വന്നു. മകനായിരിക്കുന്ന അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു, ആ റളിയല്ലാഹു അൻഹുവിന്റെ വാളിന്റെ കുത്തുകൊണ്ടിട്ട് ബാപ്പ മരിച്ചു വീണ്. വാൾ തലക്കൽ ബാപ്പാന്റെ തലങ്ങനെ കുത്തി നാട്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ശത്രുവായിരിക്കുന്ന പിതാവിന്റെ തലയും എടുത്തിട്ട്
മകനതാ റസൂലുള്ളാഹിയുടെ മുമ്പിൽ കൊണ്ടു ചെന്നപ്പോ റസൂലുള്ള ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത വിഷമം ആയി. അപ്പോഴാണ് ഖുർആന്റെ ആയത്തിറങ്ങുന്നത്. അബൂ ഉബൈദ റളിയല്ലാഹു തആല അൻഹുവിനെ പ്രശംസിച്ചുകൊണ്ടിട്ട് മദ്ഹ് ചെയ്തുകൊണ്ടിട്ട് ഖുർആൻ ആയത്തിറങ്ങുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദ്ദ അല്ലാഹ വറസൂലഹു അല്ലാഹുവിന്റെ റസൂലിനോട് ശത്രുത വെച്ചവർ വലൗ കാനൂ ആബാഅഹും സ്വന്തം ബാപ്പയാണെങ്കിലും ശരി വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും റസൂലുള്ളാഹിന്റെ ശത്രുക്കൾ മക്കളാണെങ്കിലും ശരി വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار خالدين فيها تجري من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه أولئك حزب الله അവർ അള്ളാന്റെ പാർട്ടിയാണ്. ആര്? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വാളിന്റെ തലപ്പിൽ ഈ തലയും കൊണ്ട് വാളിന്റെ അഗ്രത്തിൽ തല കുത്തിയിട്ട് റസൂലുള്ളാഹിയുടെ മുമ്പിലേക്ക് വന്ന ആൾ ആരാണ്? ഉലൈക ഹിസ്ബുല്ലാഹ്, ഉലൈക ഹിസ്ബുല്ലാഹ് അലാ ഇന്ന ഹിസ്ബല്ലാഹി ഹുമുൽ മുഫ്ലിഹൂൻ സദഖല്ലാഹുൽ അളീം. ഞങ്ങൾക്ക് ദ്വാരിട്ട് സമയം പിരിച്ചുവിടാനുള്ള ടൈം 10 മണിയായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ദ്വാരക്കാൻ പോകുന്നത്. അല്ലാഹു തആല ഖബൂലാക്കട്ടെ.